ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹമ്മോർ ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ഓയിൽ, പിന്നെ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം നല്ലതുപോലെ ഒരു ബൗളിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നല്ല കുക്കായി കിട്ടാനും മസാല നല്ല പിടിക്കാനും നമുക്കത് ഉപകാരപ്പെടും. ഞാൻ അതിലേക്ക് കുറച്ച് എക്സ്ട്രാ സാൾട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസസ്. അത് നമുക്ക് ഫിഷിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫിഷിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ഓവൻ ട്രേ എടുത്ത് അതിലേക്ക് അലുമിനിയം ഫോയിൽ വിരിച്ചു കൊടുക്കാം. ഞാൻ അതിന് മീതെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഫിഷിന് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ കവർ ചെയ്യണം. നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം 250 ഡിഗ്രിയിൽ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഫിഷ് വെച്ച് കൊടുക്കാം. ഏകദേശം 45-50 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫിഷ് കുക്കായി കിട്ടും. ഫിഷ് ഏകദേശം 2.5 കിലോ എബവ് ആണ് വെയിറ്റ് വരുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് കുക്കാവാൻ എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫിഷിനെ നല്ലതുപോലെ കവർ ചെയ്തിട്ടെടുക്കാം. കവർ ചെയ്തതിന് ശേഷം ഞാൻ 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവൻ. അതിലേക്ക് നമ്മുടെ ഫിഷിനെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Thank you for watching.